എന്താണ് ബിസിനസ്? എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞ പരിപാടി? ബിസിനസ് എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് വാല്യൂ ആണ് ബിസിനസ്. നേരത്തെ ഊബറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, GPS വന്നപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ, ഒരു കൺസ്യൂമർ ഇപ്പം ഒരു ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ വലിയ എയർപോർട്ടാണ്, അവർ ആദ്യം ന്യൂയോർക്കിലാണ് ഇറക്കിയത്. കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസിലോ ആണെന്ന് തോന്നുന്നു, ആദ്യം ന്യൂയോർക്കിലാണ് ഇറക്കിയത്. അപ്പോൾ ഊബർ വന്നിട്ട് പറയുവാണ് ന്യൂയോർക്ക് എയർപോർട്ട് വലിയ എയർപോർട്ടാണ്, ആ എയർപോർട്ടിനകത്ത് ഒരുപാട് ടെർമിനൽസ് ഉണ്ട്, അവിടെ ഒരാൾ നിന്നിട്ട് ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ടാക്സിക്കാരൻ ഒരിക്കലും ഏത് ലൊക്കേഷനാണെന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ വരാൻ ഡിഫിക്കൽട്ടാണ്. ക്ലിയർ ആണോ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ടാക്സി എടുത്തു പെട്ടെന്ന് വീട്ടിൽ പോകാം. ക്ലിയർ ആണോ? വാല്യൂ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുക്കാനായിട്ടൊരു ടൂളാണ് ഉണ്ടാക്കിയത്. എഴുതി വെക്കുക. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ജനറൽ ഡെഫിനിഷൻസ് അല്ല. ബിസിനസ്സിനെ കുറിച്ച് ജനറൽ ഡെഫിനിഷൻ ഒന്നും എനിക്ക് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഡെഫിനിഷൻസ് ആണ് ഞാൻ പറയുന്നത്. സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് വാല്യൂ ആണ് ബിസിനസ്. അപ്പം നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമുകൾ നിങ്ങൾ അറിയേണ്ട, വാല്യൂ മൈനസ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. വാല്യൂ മൈനസ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിന് ഒരുപാട് വാല്യൂ ഉണ്ട്, അതിൽ നിന്ന് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? നിങ്ങൾ കൊടുക്കുന്ന സാധനമാണ് എന്താ വാല്യൂ ഉണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഊബർ വന്നിട്ട് പറയുവാണ് ഓക്കെ, ഞാൻ ഈ സാധനം റെഡിയാക്കുന്നുണ്ട്, $15 നിങ്ങൾക്ക് ടാക്സിക്കാരന് കിട്ടും. അപ്പോൾ ടാക്സിക്കാരന് പണി കിട്ടി, അയാൾക്കൊരു വാല്യൂ കിട്ടി. എന്താണ്? അയാൾക്കൊരു വരുമാനം കിട്ടി. ചുമ്മാ ഇരുന്ന ഒരാൾക്കിതായി. ടാക്സി ഇൻഡസ്ട്രീനെ അവർ ഡിസ്റപ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു വാല്യൂ കൺസ്യൂമറിന് കൊടുത്തു, ഒരു വാല്യൂ ഈ പറഞ്ഞ ടാക്സിക്കാരന് കൊടുത്തു. വണ്ടി ഓടിക്കുക, വണ്ടി ഏതായാലും ഒരു റിസോഴ്സായിട്ട് അവരുടെ കയ്യിൽ ഇരിക്കുവാണ്, ആരും ഉപയോഗിക്കാത്ത ഒരു റിസോഴ്സ്. അപ്പോൾ ഒരു റിസോഴ്സിനെ വേറൊരു റിസോഴ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുവാണ് അവരവിടെ ചെയ്തേക്കുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഒരു റിസോഴ്സ്? GPS എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ അറിയാം. മറ്റേ ആൾക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞാലോ വണ്ടി വെറുതെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണോ? ഇല്ല, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എടുത്ത് ഇവിടെ ഉപയോഗിക്കാൻ ഒരു റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് ചെയ്തത്. അതൊരു വാല്യൂ ആയി. ആ വാല്യൂവിൽ നിന്ന് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. അപ്പം നിങ്ങൾക്ക് മാർജിൻ ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് മാർജിൻ ഇല്ല, എന്താണ് പ്രശ്നം? ഇനഫ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും, പക്ഷെ അത് മാർക്കറ്റിൽ കാണിക്കാൻ പറ്റാത്തതാണ് ലോ മാർജിൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ലോ മാർജിൻ ആണ് അതിൻ്റെ അർത്ഥം വെച്ചാൽ ആൾക്കാർക്ക് നിങ്ങളുടെ വാല്യൂ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഓഫ് കോഴ്സ് നിങ്ങൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം മണി ചെയിൻ വർക്ക് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? മണി ചെയിന് പല 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 സിറ്റുവേഷനിൽ പല പല ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള പ്ലാനുകളുമായിട്ട് ആൾക്കാർ മണി ചെയിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ആൻസർ ഞാൻ കുറേ വർഷങ്ങളെടുത്ത് ഇത് മനസ്സിലാക്കിയെടുക്കാൻ. വാല്യൂ എന്ന് പറഞ്ഞാൽ പൈസയാണ്. 10,000 രൂപയ്ക്ക് എന്നാ വില? 10,000. 10,000 മൈനസ് 10,000 എത്രയാണ്? ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും അൾട്ടിമേറ്റ്ലി 10,000 കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മണി ചെയിൻസ് വർക്ക് ആകില്ലാത്തത്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം മണി ചെയിനുകളിൽ നിങ്ങൾ പോയി സമയം സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും നെറ്റ്വർക്ക് കമ്പനി മണി ചെയിൻ ആണ്. അതല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുണ്ടാവും. ഓക്കെ? പക്ഷേ മണി ചെയിൻ ആയിട്ടുള്ള കമ്പനികളുണ്ടാവും, ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് സെല്ല് ചെയ്യാത്ത കമ്പനികൾ. ക്ലിയർ ആണോ? കാരണം അവർ മണിയുടെ സർക്കുലേഷന് വേണ്ടിയിട്ട് അവർ പ്രൊഡക്റ്റ് വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ പറയുവാണ്, ഇതാണ് 50 രൂപയുടെ വെള്ളം, 10,000 രൂപ രജിസ്ട്രേഷൻ, 50 രൂപയുടെ വെള്ളം കിട്ടും. ഭയങ്കര വെള്ളമാണ്, ഗംഗയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, എന്ന് 10,000 രൂപ ഞാൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. എന്തിനു വേണ്ടി? എൻ്റെ മണി ചെയിൻ സെല്ല് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. ക്ലിയർ ആണോ? അതേസമയം 10,000 രൂപയുടെ സാധനത്തിന് നമുക്ക് 8,000 രൂപയുടെ വാല്യൂ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഫൈനാണ്. ക്ലിയർ ആണോ? കാരണം ഞാനിത് പറയാൻ കാര്യം കൺസ്യൂമേഴ്സായിട്ട് നിങ്ങൾ അവെയർ ആകാനായിട്ടാണ്. കാരണം ഈ കാര്യം ക്ലാരിറ്റി ആൾക്കാർക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് മണി ചെയിൻ വർക്ക് ചെയ്യാത്ത. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ട് സ്റ്റാർട്ടിങ് മുതൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള അവിടെ നിങ്ങൾ എപ്പോഴും വാല്യൂ സീക്കേഴ്സ് ആണ്, വാല്യൂനെ ബേസ് ചെയ്തിട്ടാണ് തിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ റവന്യൂ എന്താണ്? എല്ലാവരും വായിച്ചേ. ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ബിസിനസ് മേക്സ് ഫ്രം സെയിൽസ് ഓഫ് ഗുഡ് ആൻഡ് സർവീസസ്. ഈ മേക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ കൈ കിട്ടിയോ? മേക്ക് ചെയ്തേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. അതാണ് റവന്യൂ. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു മിഥ്യയാണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ മൈനസ് ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് സർവിങ് ആൻഡ് അഡീഷണൽ കസ്റ്റമർ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റവന്യൂ നിങ്ങളെ സംബന്ധിച്ചോളം മിഥ്യയായിട്ടുള്ള കുറേ പൈസ ഉണ്ട്. ആ പൈസയിൽ നിന്ന് ഒരു കസ്റ്റമറിനെ സെർവ് ചെയ്യാനായിട്ട് നമുക്കുള്ള അഡീഷണൽ കസ്റ്റമറെ സെർവ് ചെയ്യാനുള്ള കോസ്റ്റ് കുറച്ച് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. സിമ്പിൾ കാര്യങ്ങളല്ലേ? ഇതെല്ലാം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളൊരു പേന $10 വിൽക്കുവാണ്, നിങ്ങൾക്ക് $3 കോസ്റ്റ് വരുന്നത് പേന എന്നുണ്ടെങ്കിൽ എത്രയാണ് നിങ്ങളുടെ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റ്? ഒന്നുകൂടെ പറഞ്ഞാൽ ഒന്നെല്ലാവരും നോക്കിയേ. ഓക്കെ, 10 രൂപയ്ക്ക് ഒരു പേനയാണ് നിങ്ങൾ വിൽക്കുന്നത്, 3 രൂപയാണ് നിങ്ങളുടെ കോസ്റ്റ് എന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്? 70. ഈ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടിട്ട് ഞാൻ തുള്ളിച്ചാടിയിട്ടുള്ള ആൾക്കാർ ആരാ ഉള്ളത്? ആദ്യം ബിസിനസ് തുടങ്ങിയ സമയത്ത് എന്തോരു ലാഭം എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഞെട്ടിപ്പോയി നമ്മൾ. ഇങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഉടനെ നമ്മൾ മെർസിഡസ് മേടിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്?
നിങ്ങൾ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. $1000 നിങ്ങളൊരു മന്ത്ലി സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് മാനേജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോസ്റ്റ് $200. $200 നിങ്ങൾക്ക് ഒരു സ്റ്റാഫിന് കൊടുക്കാനുള്ള പൈസ ആകുന്നുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 80% പൈസ ആൾക്കാർ കീപ്പ് ചെയ്യുമോ? ഇല്ല. ക്ലിയർ ആണോ? ഈ ബേസ് ക്ലിയർ അല്ലേ? ഫൗണ്ടേഷൻ ക്ലിയർ അല്ലേ? ഓക്കെ.